അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിഷ്കാത്ത് എന്ന കിതാബിലെ കിതാബുർ റിഖാഖ് എന്ന ഭാഗത്തിൽ നിന്ന് 4 ഹദീസുകളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ദർസിൽ പഠിക്കുന്നവർ, സാധാരണക്കാരായ ആളുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ് ഇതിൽ ഉള്ളത്. എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ദർസുൽ മിഷ്കാത്ത്. മിഷ്കാത്ത് എന്ന കിതാബിലെ കിതാബുർ റിഖാഖ് എന്ന ഭാഗം ഒന്നാമത്തെ ദർസ്. അൽ ഫസ്ലുൽ അവ്വൽ, ആദ്യത്തെ ഫസ്ല് കിതാബുർ റിഖാഖിൽ. റിഖാഖ് എന്ന് പറയുന്നത് റിഖത്തിന്റെ ബഹുവചനമാണ്. റിഖത്ത് എന്നാൽ ഹൃദയത്തിനുള്ള ഒരു നേർമത, ഒരു ദയ, ഹൃദയത്തിനൊരു മയമുണ്ടാവൽ, അതാണ് റിഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അധ്യായത്തിൽ പറയുന്ന ഹദീസുകളെല്ലാം കേൾക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് ഒരു മയമുണ്ടാകും എന്നതാണ് കിതാബുർ റിഖാഖ് എന്ന് ഇതിന് ഹെഡിങ് കൊടുക്കാനുള്ള കാരണം. ഒന്നാമത്തെ ഹദീസ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഇതാണ് ഹദീസ്. നിഅമത്താനി, 2 അനുഗ്രഹങ്ങളാകുന്നത്. മഗ്ബൂനും ഫീഹിമാ, 2 അനുഗ്രഹത്തിൽ വഞ്ചിതരാണ്. കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികരിച്ചവർ. 2 അനുഗ്രഹത്തിൽ പ്രധാനമായി എണ്ണിയത് ഒന്ന് അസ്ഹത്തു, ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഐ സിഹത്തുൽ ബദനി വൽ ഖുവ്വത്തിൽ കസ്ബിയ്യത്തി, രോഗമൊന്നും ശരീരത്തിൽ ഇല്ലാതിരിക്കുക, അതോടുകൂടെ ജോലി ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കുക. രണ്ടാമത് പറഞ്ഞത് വൽ ഫറാഗു എന്ന. ഫറാഗു എന്നാൽ ഹൃദയം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുക എന്നതാണ്. പല ആളുകളുടെയും ഹൃദയം ഭൗതികമായ കാര്യങ്ങളുമായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മാർഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. തന്റെ മക്കൾക്ക് എങ്ങനെ ചിലവിന് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിൽ ഏത് സമയത്തും പലവിധ ചിന്തകളെ കൊണ്ട്, അവന്റെ ദാരിദ്ര്യം കൊണ്ട് ഹൃദയത്തിന് ഒഴിവ് കിട്ടാത്ത അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ഇല്ലാതിരിക്കലാണ് ഇവിടെ ഫറാഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നിഅമത്ത്, ഈ 2 അനുഗ്രഹം ജനങ്ങൾക്ക് ഉണ്ടാവും.
എന്നാൽ ഈ രണ്ട് അനുഗ്രഹത്തിന്റെ മഹത്വം ആളുകൾ അധികവും മനസ്സിലാക്കുകയില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയതായി കാണാം, മനുഷ്യന് ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്വസ്ഥമായ നിലയ്ക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഒന്ന് സഹീഹുൽ ബദനായിരിക്കണം, രോഗമൊന്നും ഇല്ലാത്ത ആരോഗ്യമുള്ള ഒരവസ്ഥ. രണ്ട്, അവന്റെ ഹൃദയം മറ്റുള്ള മക്കളേതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തമാണ്. അവരുമായിട്ട് അവരെങ്ങനെ വളർത്തണം, അവർക്കെങ്ങനെ ചെലവിന് കൊടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മുക്തമാവണമെങ്കിൽ അവനക്ക് അതിനാവശ്യമായ ഐശ്വര്യം ഉണ്ടാവണം. ഇതിൽ നിന്ന് ഒന്നുണ്ടായാലും ഒരാൾക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ അവന് എന്തുണ്ടാവുകയില്ല, ഐശ്വര്യം ഉണ്ടാവണം എന്നില്ല. ഐശ്വര്യം ഉണ്ടാകും, അപ്പോ ആരോഗ്യം ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഈ രണ്ട് അനുഗ്രഹം നേടിയിട്ടും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആ മനുഷ്യൻ അവന്റെ സമയം മുഴുവനും ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവനാണ് ഈ മഗ്ബൂനുൻ, അവന്റെ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ ഹദീസ്, وعن المستورد بن شداد قال سمعت رسول الله صلى الله عليه وسلم يقول والله ما الدنيا في الآخرة إلا مثل ما يجعل أحدكم إصبعه في اليم فلينظر بما يرجع. മുസ്തൗരിദ് ബിൻ ശദ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, വല്ലാഹി ലഅനതൻ സത്യം, മദ്ദുന്യ ഐ മാ മസലു ദുനിയ മിൻ ഇൽമിഹാ വ സമാനിഹാ, ദുനിയാവിന്റെ അനുഗ്രഹങ്ങളും ആ ദുനിയാവിന്റെ കാലവും അഥവാ ഐഹിക ലോകത്തിലുള്ള അനുഗ്രഹങ്ങളും ഐഹിക ലോകത്തിന്റെ കാലവും ഫിൽ ആഖിറത്തി, ആഖിറങ്ങൾ ചേർത്തി നോക്കുകയാണെങ്കിൽ ആഖിറത്തിന്റെ അവിടെ ജീവിക്കേണ്ട കാലവും അവിടെ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ചേർത്തി നോക്കിയാൽ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും മിസ്ബാഹു ഫിൽ യമി, നിങ്ങളിൽ നിന്നൊരാൾ അവന്റെ കൈ ഒരു അധികരിച്ച വെള്ളത്തിലേക്ക്, ഒരു സമുദ്രത്തിലേക്കോ നദിയിലേക്കോ മുക്കുകയും എന്നിട്ട് ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അതിന്റെ ആ വിരലിന്റെ താഴെ എത്രമാത്രം വെള്ളമാണോ ഉള്ളത് അതുപോലെയല്ലാതെയല്ല. അപ്പൊ ദുന്യാവും അഥവാ ഐഹികമായ ലോകത്തുള്ള അനുഗ്രഹങ്ങളും നാളെ പാരത്രിക ലോകത്തുള്ള അനുഗ്രഹങ്ങളും ഇതേപോലെയുള്ള വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഐശ്വര്യമുള്ളവൻ, വിശാലതയുള്ളവൻ, സമ്പത്തുള്ളവൻ അമിതമായി സന്തോഷിക്കാൻ പാടില്ല. ഇവിടെ ഒന്നുമില്ലാതെ പ്രയാസപ്പെടുന്നവൻ അക്ഷമ കാണിക്കാനും പാടില്ല. ഈ രണ്ട് അവസ്ഥയിലും പറയേണ്ടത് ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ, യഥാർത്ഥ ജീവിതം അത് പാരത്രികമായ ജീവിതമാണ് എന്നാണ്. മൂന്നാമത്തെ ഹദീസ്, وعن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم مر بجدي نسك ميت قال أيكم هذا له بدرهم فقالوا ما نحب أنه لنا بشيء قال فوالله للدنيا أهون على الله من هذا عليكم. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ ജീവനില്ലാത്ത ചെറിയ ചെവിയുള്ള ഒരു ആടിന്റെ കുട്ടിയുടെ അരികിലൂടെ നടന്നു പോയി.
ജീവൻ നഷ്ടപ്പെട്ട ആടിന്റെ കുട്ടിയെ, അസക്ക, അതിന്റെ ചെവി വളരെ ചെറുതാണ്. മയ്യിത്തിൻ, അത് നിർജീവമായി ജീവനില്ലാതെ കിടക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും മാദാ ലഹു ബിദിർഹമിൻ, ഈ ജീവനില്ലാത്ത ഈ ആടിന്റെ കുട്ടി ഒരു ദിർഹമിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ലേലം നടത്തുകയും, ഇത് ഒരു ദിർഹമിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഫഖാലു, സഹാബാക്കൾ പറഞ്ഞു, മാ നുഹിബ്ബു അന്നഹു ലനാ ബിശൈഇൻ, അത് എന്ത് വസ്തുവിന് പകരമാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലദുനിയാ, ഈ ഐഹികമായ ജീവിതം, അഹ്വനു അലല്ലാഹ്, അല്ലാഹുവിന്റെ അരികെ ഏറ്റവും നിസാരമാണ്, മിന്നാദാ, ഈ ജീവനില്ലാത്ത ആടുംകുട്ടിയേക്കാൾ, അലൈക്കും, നിങ്ങളുടെ മേലിൽ, ഇത് നിങ്ങളുടെ മേലിൽ, നിങ്ങളുടെ അരികെ ഈ ജീവനില്ലാത്ത ആടുംകുട്ടിക്ക് എത്ര സ്ഥാനമാണോ ഉള്ളത്, അത്രയും സ്ഥാനം അല്ലാഹുവിന്റെ അരികെ ഈ ഐഹിക ലോകത്തിന് ഇല്ല. അതാണ് മൂന്നാമത്തെ ഹദീസ്. 4. وعن أبي هريرة رضي الله عنه, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. അദ്ദുന്യാ, ഈ ഐഹികമായ ലോകം, സിജ്നുൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ജയില് പോലെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ നാളെ മരണപ്പെട്ടുകൊണ്ട് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവനിക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ചേർത്തി നോക്കുമ്പോൾ അവനിക്കിവിടെ ഒരു ജയില് പോലെ. എന്നാൽ കൽ ജന്നത്തിൽ കാഫിർ, കാഫിറിനിക്ക് സ്വർഗം പോലെ. നാളെ അവൻ മരണപ്പെട്ട് അവൻ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് അവൻ യഥാർത്ഥ സത്യവിശ്വാസിയാവാത്തത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് തയ്യാർ ചെയ്തിട്ടുള്ള ശിക്ഷകളെ ചേർത്തി നോക്കുമ്പോൾ അവനിക്ക് ഇവിടെ ഒരു സ്വർഗം പോലെയാണ് എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.